ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഭിലാഷ്. റോയൽ എൻഫീൽഡിൻ്റെ തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്തുള്ള എംപയർ മോട്ടോഴ്സിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് അവിടെ വരികയാണെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇന്നൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ടിപ്സ് തന്നെയാണ്. നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികളിൽ ചേസ് നമ്പർ വരുന്നുണ്ട്. ആ ഒരു ചേസ് നമ്പറിൽ ആ ഒരു കുറേ കോഡും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ആ ഒരു കോഡ് ഉപയോഗിച്ച് വണ്ടിയുടെ എന്തൊക്കെ ഇൻഫർമേഷൻസാണ് നമുക്കതിൽ നിന്ന് എടുക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ ഇൻഫർമേഷൻസാണ് വരുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുതന്നെയാണ് എൻ്റെ ഒരു സപ്പോർട്ട്. നിങ്ങളുടെ ഒരു സപ്പോർട്ട് അറിയിക്കുക, ആ ഒരു കമൻറ്റ് രേഖപ്പെടുത്തി. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോയേക്കാം. റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ വണ്ടികളിലും വലതുവശത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ചേസ് നമ്പർ പഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ചേസ് നമ്പർ പലരും കണ്ടിട്ടുണ്ടാവുമെങ്കിലും ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻസ് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ അതാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് എന്തായാലും ബോർഡിലൊന്ന് എഴുതി ചെയ്യേണ്ടതുണ്ട്, എങ്കിലും നമുക്കിത് കറക്റ്റായിട്ട് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. അവസാനത്തെ 6 ഡിജിറ്റ് സീരിയൽ നമ്പർ മാറ്റി ബാക്കിയുള്ള കോഡാണ് ഞാനിവിടെ ബോർഡിൽ ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. ഇനി ഈ കോഡുകൾ എന്താണെന്നും ഇത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്നും നമുക്ക് മനസ്സിലാക്കാം. റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ വണ്ടികളുടെയും ചേസ് നമ്പറിൽ ഫസ്റ്റ് പോർഷൻ കാണാൻ സാധിക്കുന്നത് ME3 എന്നാണ്. ഇത് റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ വണ്ടികളിലും സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ മാനുഫാക്ചറിംഗ് കോഡാണ്. നിങ്ങളുടെ വണ്ടിയുടെ ചേസ് നമ്പറിൻ്റെ തുടക്കം പരിശോധിക്കുമ്പോൾ തന്നെ ഈ ഒരു കോഡ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ME3 അവിടെ മാനുഫാക്ചറിംഗ് കോഡാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന J ആണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഈ J കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത് എഞ്ചിൻ ഫാമിലി നെയിമാണ്. ഇതിപ്പോൾ ഞാൻ മീറ്റിയോർ വണ്ടിയുടെ ചേസ് നമ്പറാണ് എടുത്തിരിക്കുന്നത്. മീറ്റിയോറിൻ്റെ എഞ്ചിൻ J ടൈപ്പാണ് വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഇവിടെ J കൊടുത്തിരിക്കുന്നത്. അതേസമയത്ത് UCE ടൈപ്പ് എഞ്ചിനാണ് വരുന്നതെങ്കിൽ ഈ Jയുടെ സ്ഥാനത്ത് U ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. എഞ്ചിൻ ഫാമിലി നെയിം മാറുന്ന അനുസരിച്ച് ഈ ഒരു കോഡും അതിന്റെ ഫസ്റ്റ് ലെറ്റർ വെച്ച് വ്യത്യാസപ്പെടുത്തുന്നതാണ്. അപ്പോൾ ME3 കഴിഞ്ഞുള്ള ആ ഒരു ലെറ്റർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയുടെ എഞ്ചിൻ ഏത് ടൈപ്പാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് Jയുടെ തൊട്ടപ്പുറത്തായിട്ട് വരുന്ന 3 എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ്. 3 കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ വണ്ടിയുടെ എഞ്ചിന്റെ കപ്പാസിറ്റിയാണ്. 350 ടൈപ്പ് എഞ്ചിനാണെങ്കിൽ മാത്രമാണ് ഇവിടെ 3 വരുന്നത്. 500 ടൈപ്പ് എഞ്ചിനാണെങ്കിൽ ഈ 3യുടെ സ്ഥാനത്ത് 5 ആയിരിക്കും വരുന്നത്. ഇങ്ങനെ എഞ്ചിൻ കപ്പാസിറ്റി മാറുന്ന അനുസരിച്ച് ഈ ഒരു നമ്പറും വ്യത്യാസപ്പെട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചേസ് നമ്പർ മാത്രം നോക്കി നിങ്ങളുടെ വണ്ടിയുടെ എഞ്ചിൻ കപ്പാസിറ്റി ഈ ഒരു രീതിയിലാണ് മനസ്സിലാക്കി എടുക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ലെറ്റർ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും A ആണ് കൊടുത്തിരിക്കുന്നത്. ഈ A സൂചിപ്പിക്കുന്നത് ടൈപ്പ് ഓഫ് കൂളിംഗ് ആണ്. എയർ കൂളിംഗിന്റെ A ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മീറ്റിയോർ, ഇന്റർസെപ്റ്റർ, ഹിമാലയൻ വണ്ടികളിൽ മാത്രമാണ് ഇങ്ങനെ A കൊടുത്തിരിക്കുന്നത്. ക്ലാസിക്, തണ്ടർബേർഡ്, സ്റ്റാൻഡേർഡ് എന്നീ വണ്ടികളിലെല്ലാം ഈ ഒരു ലെറ്ററിന്റെ സ്ഥാനത്ത് S അല്ലെങ്കിൽ K ആയിരിക്കും വരുന്നത്. ഇങ്ങനെ S അല്ലെങ്കിൽ K വരുന്നത് കൊണ്ട് സൂചിപ്പിക്കുന്നത് വണ്ടി സെൽഫ് സ്റ്റാർട്ട് ആണോ കിക്കർ സ്റ്റാർട്ട് ആണോ എന്നുള്ളതാണ്. സ്റ്റാൻഡേർഡ് വണ്ടികളിൽ Kയും, തണ്ടർബേർഡ്, ക്ലാസിക് എന്നീ വണ്ടികളിൽ എസും ആയിരിക്കും വരുന്നത്. സെൽഫ് സ്റ്റാർട്ടിന്റെ എസും കിക്കർ സ്റ്റാർട്ടിന്റെ Kയുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് വരുന്നത് ഇങ്ങനെ ഒരു നമ്പർ ആയിരിക്കും. ഈ ഒരു നമ്പർ സൂചിപ്പിക്കുന്നത് ടൈപ്പ് ഓഫ് ട്രാൻസ്മിഷൻ ആണ്. നിങ്ങളുടെ വണ്ടിയിൽ എത്ര ഗിയർ ഉണ്ട് എന്നാണ് ഈ ഒരു നമ്പർ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. വണ്ടിക്ക് എത്ര ഗിയർ ഉണ്ടോ ആ ഒരു ഗിയറിന്റെ എണ്ണമായിരിക്കും ഈ ഒരു സ്ഥാനത്ത് വരുന്നത്. എക്സാമ്പിൾ ക്ലാസിക്, ബുള്ളറ്റ്, ഹിമാലയൻ എന്നീ വണ്ടികളിലെല്ലാം തന്നെ 5 സ്പീഡാണ് വരുന്നത്. എക്സാമ്പിൾ ഇന്റർസെപ്റ്റർ വരുമ്പോൾ ഈ ഒരു സ്ഥാനത്ത് 6 സ്പീഡായിട്ട് മാറുന്നതാണ്. അപ്പോൾ ആ ഒരു കോഡ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. അപ്പോൾ അടുത്ത ലെറ്റർ കൊടുത്തിരിക്കുന്നത് F ആണ്. ഈ ഒരു F എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ടൈപ്പ് ഓഫ് ഫ്യൂവൽ സിസ്റ്റം ആണ്. വണ്ടി ഫ്യൂവൽ ഇഞ്ചക്ഷൻ ആണോ അതോ കാർബറേറ്റഡ് ടൈപ്പ് ആണോ എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഫ്യൂവൽ ഇഞ്ചക്ഷൻ ആണ് വരുന്നതെങ്കിൽ F എന്നും, കാർബറേറ്റഡ് ടൈപ്പ് ആണ് വരുന്നതെങ്കിൽ C എന്നുമായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചേസ് നമ്പർ നോക്കി വണ്ടി ഫ്യൂവൽ ഇഞ്ചക്ഷൻ ആണോ കാർബറേറ്റഡ് ടൈപ്പ് ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഡ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തതായിട്ട് ഇവിടെ C എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു C എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു C കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത് മാനുഫാക്ചറിംഗ് മന്ത് ആണ്. അതായത് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഏത് മാസത്തിൽ എന്ന് സൂചിപ്പിക്കുന്ന ഒരു കോഡാണത്. ABCD ഫോർമാറ്റിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. A ജനുവരി, B ഫെബ്രുവരി, C മാർച്ച്. ഈ ഒരു ഫ്ലോയിൽ നമുക്ക് കൂട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു C വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം വണ്ടി മാനുഫാക്ചറിംഗ് ചെയ്തിരിക്കുന്ന മാസം എന്ന് പറയുമ്പോൾ മാർച്ചിലാണ്. അപ്പോൾ ഈ ഒരു കോഡ് കൊണ്ട് നമുക്ക് മാനുഫാക്ചറിംഗ് മന്തും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഈ ഒരു M എന്തിനെ സൂചിപ്പിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു M സൂചിപ്പിച്ചിരിക്കുന്നത് പ്രൊഡക്ഷൻ ഇയർ ആണ്. ഏത് ഇയറിലാണ് ഇത് പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളത് എന്നാണ് ഇതിൽ കൂടി കാണിക്കുന്നത്. L ആണ് വരുന്നതെങ്കിൽ 2020 എന്നും, M ആണ് വരുന്നതെങ്കിൽ 2021 എന്നും, N ആണ് വരുന്നതെങ്കിൽ 2022. ഈ ഒരു ഫ്ലോയിൽ നമുക്ക് മുമ്പിലേക്കും പിറകിലേക്കും കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഫ്ലോയിൽ മുമ്പിലേക്കും പിറകിലേക്കും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ പ്രൊഡക്ഷൻ ഇയർ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഡ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വണ്ടിയുടെ പ്രൊഡക്ഷൻ ഇയറും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്.
ഇനി അടുത്തതായിട്ട് ഈ 2 സൂചിപ്പിച്ചിരിക്കുന്നത് എന്തിനെ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു 2 എന്നുള്ളത് സൂചിപ്പിച്ചിരിക്കുന്നത് മാനുഫാക്ചറിംഗ് പ്ലാന്റിന്റെ കോഡാണ്. ഏത് പ്ലാന്റിലാണ് വണ്ടി പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ ഒരു കോഡിൽ കൂടി കാണിക്കുന്നത്. 2 പ്രൊഡക്ഷൻ പ്ലാന്റുകൾ ആയതുകൊണ്ട് തന്നെ 1 അല്ലെങ്കിൽ 2 എന്ന നമ്പറായിരിക്കും ഈ ഒരു സ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്. നമ്പർ 1 വരുന്നതെങ്കിൽ ഒറകടം ചെന്നൈയിലാണ് വണ്ടി പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത്. നമ്പർ 2 വരുന്നതെങ്കിൽ വല്ലം വടകലാണ് പ്രൊഡക്ഷൻ പ്ലാന്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു നമ്പറുകൾ നോക്കി നമുക്ക് വണ്ടിയുടെ പ്രൊഡക്ഷൻ പ്ലാന്റുകളും കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അവസാനത്തെ കോഡ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് ഒരു 6 അക്ക ഡിജിറ്റൽ നമ്പർ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഡിജിറ്റൽ നമ്പർ വണ്ടിയുടെ സീരിയൽ നമ്പറാണ്. ഈ ഒരു സീരിയൽ നമ്പർ ഓരോ വണ്ടിക്കും വ്യത്യാസമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കോഡ് കഴിഞ്ഞ് വരുന്ന 6 അക്ക ഡിജിറ്റൽ നമ്പറാണ് നമ്മുടെ വണ്ടിയുടെ ചേസ് നമ്പറായിട്ട് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും മാജിക് മീഡിയ 123 സൈനിങ് ഔട്ട്.